നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 28/9/2024 കൊല്ലവർഷം 1200 കന്നിമാസം 12-ാം തീയതി ശനിയാഴ്ചയും ആയില്യം നക്ഷത്രവും വരുന്ന കൃഷ്ണപക്ഷ ഏകാദശി ദിവസം 6:17 AM സൂര്യോദയവും 6:13 PM സൂര്യ അസ്തമനവും ചന്ദ്രോദയമാവട്ടെ 3:32 AM. കാരണം ഏകാദശി വരെയായി, കർത്തവാവ് അടുക്കാറായി. അതുകൊണ്ടാണ് രാഹുകാലമാണെങ്കിൽ 9:16 മുതൽ 10:45 വരെയും, ഗുളികകാലമാണെങ്കിൽ 6:17 മുതൽ 7:46 AM വരെയും, യമകണ്ഠകാലമാണെങ്കിൽ 1:45 PM മുതൽ 3:14 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:51 AM മുതൽ 12:39 PM വരെയാണ്. ഇവിടെ ചന്ദ്രാഷ്ടമം ധനുക്കൂറുകാർക്കാണ്. എന്തിനാണ് ഇങ്ങനെ വിശദമായി രാഹുകാലവും യമകണ്ഠകാലവും ഒക്കെ പറയുന്നതെന്ന് വെച്ചാൽ, സാധാരണ ശനിയാഴ്ച 9 മുതൽ 10:30 വരെ രാഹുകാലം എന്ന് നമുക്കറിയാം. പക്ഷേ ഉദയത്തിനനുസരിച്ച് രാഹുകാലത്തിൽ മാറ്റം വരുന്നത് അറിഞ്ഞിരുന്നാൽ നമ്മൾക്ക് ശുഭകാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ യാത്ര നമുക്ക് ആ രാഹുകാല സമയത്തിന് മുമ്പ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും. അതുപോലെ ഗുളികകാലവും യമകണ്ഠകാലവും ഒക്കെ വല്ല എഗ്രിമെൻ്റൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. അതുകൊണ്ട് മാത്രമാണ്. അഭിജിത്ത് മുഹൂർത്തമാണെങ്കിൽ മറ്റു ഒന്നും നോക്കേണ്ടതില്ല. ഏറ്റവും നല്ല ശുഭമുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം. അതുകൊണ്ടാണ് ആ സമയം പറയുന്നത്. ഇനി ഈ 1200 കൊല്ലവർഷം 1200 കന്നി 12 എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട നാഗദേവതകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കന്നിമാസത്തിലെ ആയില്യം. മണ്ണാറശാലയിലും വെട്ടിക്കോടും പാമ്പിമേക്കാവിലും അതുപോലെ പെരളശ്ശേരി നാഗരാജ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും മിക്കവാറും എല്ലാ നാഗക്ഷേത്രത്തിലും വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് കന്നിമാസത്തിലെ ആയില്യം. അപ്പം 27 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആയില്യം നാട് എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം പൂജകളാണ് ചെയ്യേണ്ടത്, ഏതെല്ലാം ക്ഷേത്രത്തിലാണ് വഴിപാട് ചെയ്യേണ്ടത്, ഇനി ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ എന്തൊക്കെ വഴിപാട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. നമുക്കൊന്ന് ഇന്നത്തെ ഗ്രഹനില എന്തെന്നൊന്ന് മനസ്സിലാക്കാം. പതിവ് പോലെ മീനത്തിൽ രാഹുവും കന്നിയിൽ കേതുവും. കാരണം ഇന്ന് രാഹുവിന് പ്രാധാന്യമുള്ള ദിവസമായതുകൊണ്ടാണ് മീനത്തിലെ രാഹുവിൽ തുടങ്ങിയത്. കന്നിയിൽ കേതുവുമാണ്. പിന്നെ നമ്മൾക്ക് ഇടവത്തിൽ ഗുരു നിൽക്കുന്നു, മിഥുനത്തിൽ ചൊവ്വ നിൽക്കുന്നു, കർക്കിടകത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, ബുധനാവട്ടെ കന്നിയിൽ, സൂര്യൻ കന്നിയിൽ, അതുപോലെ കേതു കന്നിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഗുളികോദയവും കന്നിയിൽ തന്നെയാണ്. ശുക്രൻ നിൽക്കുന്നതാവട്ടെ തുലാരാശിയിലാണ്, ശനി കുംഭം രാശിയിലുമാണ്. ഇനി നമുക്ക് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മേടക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പം മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മേടക്കൂറ് എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദം. ഈ 2 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2-ാം ഭാവത്തിലെ വ്യാഴവും 7-ാം ഭാവത്തിലെ ശുക്രനുമൊക്കെ നല്ല ഫലങ്ങളാണ് നൽകുന്നത്. പൊതുവെ ഒരു നല്ല ദിവസമായിട്ടാണ് ഇവർക്ക് അനുഭവപ്പെടുന്നത്. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല അനുഭവങ്ങൾ, ഗുണഫലങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും 12-ൽ നിൽക്കുന്ന രാഹുവും 11-ൽ നിൽക്കുന്ന ശനിയുമൊക്കെ കുറച്ച് അസ്വാരസ്യങ്ങൾ വരുത്താം. ആയതുകൊണ്ട് രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതിന് ഒന്നുകിൽ നാഗക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാട് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. നൂറും പാലും നാഗദേവതകൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നിവേദ്യമാണ്.
പിന്നെ മഞ്ഞൾപ്പൊടി സമർപ്പിക്കാം, കദളിപ്പഴം സമർപ്പിക്കാം, പൂക്കുല സമർപ്പിക്കാം, പിന്നെ ചെത്തിപ്പൂവ്, താമരപ്പൂവ്, തുളസിപ്പൂവ് ഒക്കെ നാഗദേവതകൾക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എണ്ണ എണ്ണ അഭിഷേകത്തിന് കൊടുക്കുന്നത് നല്ലതാണ്, പാലഭിഷേകത്തിന് കൊടുക്കുന്നത് നല്ലതാണ്, കരിക്ക് അഭിഷേകത്തിന് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം നാഗക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് കഴിക്കാം. ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ വിളക്ക് കത്തിച്ച് നമ്മൾ കഴിയുന്നതും ശനിയാഴ്ചയും കൂടി ആയതുകൊണ്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ദിവസമാണ്. ഒരു ദിവസം ഉപാസന പോലെ എടുത്തുകൊണ്ട്, ഉപാസന എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഒരിക്കൽ ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ട് നോൺ വെജ് ഒന്നും കഴിക്കാതെ പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ട് നാഗദേവതകൾക്കായി നാഗദേവ സ്തുതികൾ, നാഗങ്ങളുടെ സ്തുതികളുണ്ട് ഇഷ്ടം പോലെ. ഏതെങ്കിലും ഒരു സ്തുതി ചൊല്ലി പ്രാർത്ഥന ചെയ്യുന്നത് വളരെ അനുഗ്രഹമാണ്. അപ്പം നമുക്ക് എല്ലാം 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും ചൊല്ലാവുന്ന ഒരു ചെറിയ നാഗസ്തുതിയാണ് ഇവിടെ ചൊല്ലുന്നത്. നാഗരാജദേവൻ വാഴ്ക, നാഗയക്ഷി അമ്മ വാഴ്ക, നാലു ദിക്കും നിലകൊള്ളും നാഗദൈവങ്ങളെ വാഴ്ക. സന്തതികൾ പാടിടുന്ന ചിന്തുകൾ കേട്ടുണരേണം, സന്തപിക്കും ജനങ്ങൾക്കായി ചിന്തനങ്ങൾ അരുളേണം. ചിത്രകൂടത്തറവാട്ടിൽ ചിത്രഭണത്തോടെയാടും ഇഷ്ടനാഗദൈവങ്ങളെ സൽഗതി വരുത്തിടേണേ. നാഗരാജാവേ നമസ്തേ നമസ്തുതേ. അതല്ലെങ്കിൽ നമുക്ക് വെറുതെ ഒരു നവനാഗസ്തുതിയുണ്ട്, എല്ലാ നാഗങ്ങളുടെയും പേര് പറഞ്ഞുകൊണ്ടൊരു സ്തുതി. ഇതൊക്കെ വീട്ടിലിരിക്കുമ്പോഴും ഇനി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോഴും നമുക്ക് ചൊല്ലാവുന്ന സ്തുതികളാണ്. അനന്തം വാസുകിം ശേഷം പത്മനാഭം ജകാബലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകൻ കാളിയൻ തഥാ ഏതാനി നവനാമാനി നാഗാനാം ച മഹാത്മന സായം കാലേ പഠേ നിത്യം പ്രാതം കാലേ വിശേഷതഃ നസ്യേൽ വിഷഭയം തസ്യ സർവത്ര വിജയീ ഭവേത്. അപ്പം അഷ്ടനാഗങ്ങളെ നവനാഗങ്ങളെ സ്തുതിച്ചുകൊണ്ട് നാഗസ്തുതികൾ ചെല്ലുന്നത്. അതുപോലെ തന്നെ ഇനി അതൊന്നും നാഗസ്തുതി ഒന്നും അറിയില്ലെങ്കിൽ നമശിവായ ജപിച്ചാൽ പോലും ശിവഭഗവാന്റെ കഴുത്തിലുള്ള വാസുകിരാജനെയും അനന്തശയനമായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ചൊല്ലി ഒരു ദിവസം ശനിയാഴ്ചയല്ലേ അന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാ ത്വക്ക് രോഗങ്ങളുണ്ട്, കണ്ണിന് കാഴ്ചശക്തിക്ക് വിഷമങ്ങളുള്ളവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, കടം കൊണ്ട് വലയുന്നവരുണ്ട്, രോഗം കൊണ്ട് വലയുന്നുണ്ട്, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വന്ന് വിഷമിക്കുന്നവരൊക്കെ നാഗദേവതകളെ പ്രാർത്ഥിച്ചാൽ, ഇപ്പോൾ വെരിക്കോസ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ, മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിട്ട് പറയുന്നത് നാഗദേവതകളുടെ ഒരു ഇതാണെന്നാണ് പറയുന്നത്. അപ്പം നാഗദേവതകളെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം വരുമെന്നുള്ളതൊരു വിശ്വാസമാണ്. അപ്പം ഏത് രാശിയിലുള്ളവരാണെങ്കിലും, ഇപ്പം മേടൻ രാശിക്കാരുടെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ, മേടൻ രാശിക്കാരുടെ 12 രാഹു നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് പലതരത്തിലുള്ള ചെലവുകൾ, രോഗദുരിതങ്ങൾ, കഷ്ടതകൾ വരാം. ദേഹത്തൊക്കെ ചെറിയ ചെറിയ ഒരു കൊതുക് കടിച്ചാൽ അത് ഞൊണലായി വലിയ ഇതായെങ്കിൽ അതൊക്കെ ഒന്ന് മാറുന്നതിന് പ്രാർത്ഥനകൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ആശ്വാസമാകും. അപ്പോൾ തീർച്ചയായിട്ടും കണ്ണിൻ്റെ കാഴ്ച കുറയുമ്പോഴൊക്കെ നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹം നൽകുമെന്നാണ് വിശ്വാസം. അപ്പോൾ തീർച്ചയായും മേടൻ രാശിക്കാർ അവരുടെ രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമി നാഗദേവതയെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന നാഗാനുഗ്രഹമുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും അവർ നാഗദേവതകളെ പ്രാർത്ഥിക്കുക, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഈ ദിവസം നാഗദേവതകൾക്കായി മാറ്റിവെക്കുന്നത് പ്രത്യേകം നല്ലതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിനാഥ മഹാലക്ഷ്മി ആണെങ്കിലും ഇവർ ഋഷഭരാശി എന്ന് പറയുമ്പോൾ മഹാദേവൻ്റെ ഒരു അനുഗ്രഹം ഇവർക്ക് പ്രത്യേകമുണ്ട്. രാശിയിൽ തന്നെ വ്യാഴം നിൽക്കുന്നുണ്ട്. രാശി
രാശിയിൽ വ്യാഴം നിൽക്കുന്നവർക്ക് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുണ്ട്. മഹാവിഷ്ണു അനന്തശയനമാണ്. അപ്പം അവരും നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നത് അവരുടെ 11ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് രാഹുവാണ് നിൽക്കുന്നത്. 11ാം സ്ഥാനത്ത് രാഹു നിൽക്കുമ്പോൾ അപ്രതീക്ഷിത ധനഭാഗ്യം വന്നു ചേരാം. ലോട്ടറി ഭാഗ്യമോ അല്ലെങ്കിൽ നേരത്തെ കൊടുത്തു വച്ചിരുന്ന അല്ലെങ്കിൽ കിട്ടാതിരുന്ന ഒരു ഇൻകം ടാക്സ് ഒക്കെ അടച്ചു വെച്ചിരുന്ന പൈസ ചിലപ്പോൾ റിട്ടേൺ ആയിട്ട് നമുക്ക് അധികം അടച്ചു പോകും. അതുകൊണ്ട് കുറച്ച് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള യോഗം വരാം. അല്ലെങ്കിൽ മറന്നുപോയി കിടന്നിരുന്ന കുറച്ച് ഏതെങ്കിലും ബില്ലുകൾ പാസ്സായി വന്നെന്നിരിക്കാം. എന്തായാലും ഈ ദിവസം അപ്രതീക്ഷിതമായ ഒരു ധനഭാഗ്യം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് കാണാം. ഒരു 40 രൂപയുടെ ലോട്ടറി എടുത്താൽ ഒരു 500 രൂപ കിട്ടിയാൽ അതും ഒരു ധനലാഭം തന്നെയാണല്ലോ. അപ്പം എന്തെങ്കിലും ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാം. മാത്രവുമല്ല 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശനിയാണ്. അപ്പം ശനിയാഴ്ച ആയതുകൊണ്ട് രാഹുവിന് ഇത്തിരി ഉഴുന്നും കറുത്ത ഉഴുന്നും പിന്നെ ശനീശ്വരൻ ഇത്തിരി എള്ളുമൊക്കെ നവഗ്രഹ ക്ഷേത്രത്തിൽ ധാന്യമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദോഷവും തീരും, ശനിയുടെ ദോഷവും തീരും. ശനിയാഴ്ച ആയതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥനകൾ നടത്തുവാനും കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുവാനും അത് കരിനീല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പ്രാർത്ഥന നടത്തുമ്പോൾ ആ കണ്ടകശനിയുടെ ദോഷമെല്ലാം മാറും. രാഹു അനുഗ്രഹത്തിൽ വരികയും ചെയ്യും. മാത്രമല്ല 5ലെ കേതു അല്ലേ, 5ലെ കേതു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അപ്പോൾ കേതുവിനൊരു ഗണപതിക്കൊരു ഏത്തമിടുകയോ ഒരു ഗണപതി സ്തുതി ചൊല്ലുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഗണപതി ഭഗവാൻ ഒരു നാളികേരപ്പുളക്ക് വെച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ ഗണപതി ഭഗവാനും അനുഗ്രഹത്തിൽ വരും. അപ്പോൾ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും നാഗസ്തുതികൾ ചെല്ലുന്നത്, വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത്, നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത്, ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ എള്ളും ഉഴുന്നുമൊക്കെ ദാനം ചെയ്യുന്നതോടുകൂടി ഇവർക്ക് ഈ ദിവസം ഏറ്റവും ശോഭനമായി തീരും. ഇടവൻ രാശിക്കാരെന്ന് പറയുമ്പോൾ കാർത്തികയുടെ 2ഉം 3ഉം പാദവും 3, 4 പാദവും അതുപോലെ രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ 2 പാതിയും ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവൻ രാശിക്കാർ. ഇവർ അവരുടെ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നു. ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ശിവഭഗവാന് അർച്ചനയൊക്കെ നടത്തുന്നു. പിൻവിളക്ക് തെളിക്കുന്നു. ഈശാന കോണിലുള്ള നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നു. അവരുടെ കരിക്കൊക്കെ അഭിഷേകത്തിന് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടിയൊക്കെ അഭിഷേകത്തിന് കൊടുത്ത് എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങുന്നതും അപ്രതീക്ഷിത ധനഭാഗ്യം ഉറപ്പിക്കുന്നതിന് സഹായകമാകും. ഇനി മിഥുനം രാശി എന്ന് പറയുമ്പോൾ രാശി എന്ന് പറയുന്ന മകയിരത്തിൻ്റെ അവസാന 2 പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ ലാസ്റ്റ് 1, 2, 3 പാദവുമാണ്. തിരുവാതിരയുടെ അപ്പം ഇത് ഈ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 12ൽ നിൽക്കുന്നു. അവരുടെ 10ലാണ് രാഹു നിൽക്കുന്നത്. അപ്പം കർമ്മസ്ഥാനത്ത് രാഹു കുറച്ച് പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ വ്യാഴം അനുകൂലത്തിലുമല്ലാത്തതുകൊണ്ട് വ്യാഴക്ഷേത്രത്തിൽ, അതായത് രാഹുവിനും കേതുവിനും സ്വന്തം ക്ഷേത്രമില്ല. അപ്പം അത് ഏത് ക്ഷേത്രത്തിൽ നിൽക്കുന്നു ആ ക്ഷേത്രത്തിൻ്റെ സ്വഭാവമാണ് കാണിക്കുക. ഇപ്പോൾ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവരുടെ വ്യാഴം 12ലായതുകൊണ്ട് ഇവർക്ക് ആ ഒരു ഫലം കൂടി വ്യാഴത്തിൻ്റെ ഫലം കിട്ടാതെ വരുന്നതുകൊണ്ട് രാഹുവിനെ പ്രത്യേകം പ്രാർത്ഥിച്ച് കർമ്മരംഗത്ത് ഉയർച്ച വരുത്താനും ധനം വന്നു ചേരുവാനുമായി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അപ്പം നാഗദേവതകൾക്ക് വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കാം, വീട്ടിലിരുന്നു കൊണ്ട് സ്തുതികൾ ചൊല്ലാം, ശിവഭഗവാനെ പ്രാർത്ഥിക്കാം, ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ അനുഗ്രഹം വരും. എല്ലാവർക്കും അഭിഷേകം ചെയ്യുന്നത് നാഗദേവതകൾക്ക് പാലഭിഷേകവും മഞ്ഞപ്പൊടിയൊക്കെ സമർപ്പിക്കുക. ഇതിനൊന്നും സാധിക്കാത്തവർ വീട്ടിൽ തന്നെ ഉഴുന്ന് എടുത്ത് മറ്റ് ദാനം ചെയ്യുന്നതിനായി ഉഴുന്ന് പ്രാർത്ഥിച്ച് നാഗദേവത രാഹുവിനായിട്ട് കറുത്ത ഉഴുന്നെടുത്ത് പ്രാർത്ഥിച്ച് വെച്ച് പിന്നീട് എപ്പോഴെങ്കിലും ക്ഷേത്രത്തിൽ പോകുമ്പോൾ സമർപ്പിക്കുന്നതും നന്നായിരിക്കും. എടുത്ത് പ്രാർത്ഥിച്ച് വച്ചാൽ മതി. പിന്നെ കറുത്ത ഡ്രസ്സ് അതുപോലെ തന്നെ ഗോമേതക രത്നമൊക്കെ ധരിക്കുന്നത് ഇന്നത്തെ ദിവസം വളരെ നന്നായിരിക്കും. ഇനി കറുത്ത വസ്ത്രം ധരിക്കുന്നത്, കരിനീല വസ്ത്രമൊക്കെ ധരിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും. ഇനി മിഥുനം രാശി കഴിഞ്ഞാൽ കർക്കിടകം രാശി.
കർക്കിടകൻ രാശിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർക്കിടകൻ രാശിയിലാണ് ഈ കന്നിമാസത്തിലെ ആയില്യം വരുന്നത്. അപ്പോൾ ആയില്യം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള വളരെ പ്രസിദ്ധമായ ആയില്യം എന്ന് പറയുന്നത് കന്നിമാസത്തിലെ ആയില്യവും തുലാമാസത്തിലെ ആയില്യമാണ്. അപ്പോൾ അത് കന്നിമാസത്തിലെ ആയില്യം എന്ന് പറഞ്ഞാൽ ദക്ഷിണായത്തിൽ വരുന്നതായതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ആയില്യ നക്ഷത്രം ഈ രാശിയിൽ വരുന്നതുകൊണ്ട് അവരുടെ നക്ഷത്ര ദേവത തന്നെ രാഹു ആയതുകൊണ്ട് രാഹുവിന് പ്രാർത്ഥന ചെയ്യുന്നത് ഇവർക്ക് ഈ കൂറുകാർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. മാത്രവുമല്ല ഇവരുടെ ഇവരുടെ 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ ഇവർക്കും സമ്പത്ത് വന്നു ചേരാൻ, അപ്രതീക്ഷിത ധനഭാഗ്യമൊക്കെ വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. ഈ ആയില്യം എടുക്കുന്ന ലോട്ടറിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു സൈനൊക്കെ ചെയ്താൽ അതിൽ ഷെയർ മാർക്കറ്റിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഇന്നത്തെ ദിവസം എന്തെങ്കിലും പൈസ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് 100 ഇരട്ടിയായി കിട്ടുവാൻ സാധ്യതകളുണ്ട്. അപ്പം അതും പോരാത്തതിന് അഷ്ടമത്തിൽ ശനിയുടെ കഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും വ്യാഴം ഇവർക്ക് 11ലാണ്. അപ്പം കർക്കിടകൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായി തീരും ഈ കന്നി 12, അതായത് 28/9/2024. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ചിങ്ങക്കൂറെന്ന് പറയുന്നത് മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. ഇവരുടെ പ്രത്യേകത ഇവർക്ക് അവരുടെ രാശിനാഥൻ എന്ന് പറയുന്നത് അഷ്ടമത്തിലാണ് സർപ്പം നിൽക്കുന്നത്. രാശിനാഥൻ 2ലാണ് നിൽക്കുന്നത്. കേതു 2 നിൽക്കുന്നുണ്ട്. വാക്കുകളൊക്കെ എപ്പോഴും പിഴയ്ക്കുകയും ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കുകയും ഇവരത് പറഞ്ഞു ഇവർ ഇത് പറഞ്ഞു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നത് കൊണ്ട് അപ്പോൾ രാഹുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കേതുവിനെയും പ്രാർത്ഥിക്കുക, നവഗ്രഹ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് കഴിക്കുക, അഷ്ടനാഗങ്ങൾക്കായിട്ട് എന്തെങ്കിലും പൂജകളൊക്കെ ചെയ്യുന്നത്, അഭിഷേകങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ചിങ്ങൻ രാശിക്കാർ തീർച്ചയായിട്ടും വ്രതമെടുത്തുകൊണ്ട് കണ്ടകശനി കാലമായതിൻ്റെ 7 ശനിയായിരിക്കണം അവരുടെ ഇണയ്ക്കും തുണയ്ക്കും ഒരു നല്ല അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി നാഗദേവതകളെ പ്രാർത്ഥിച്ച്, ശനിയാഴ്ചയും കൂടി ആയതുകൊണ്ട് ശനീശ്വരനെയും പ്രാർത്ഥിച്ച് എള്ള് ദാനം ചെയ്യുന്നതും കറുത്ത ഉഴുന്ന് ദാനം ചെയ്യുന്നതും വീട്ടിൽ വിളക്ക് കൊളുത്തി വ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും. ഇനി കന്നിരാശി എന്ന് പറയുമ്പോൾ കന്നിരാശിക്കാരുടെ രാശിയിൽ തന്നെയാണ് സൂര്യനും കേതുവും അതുപോലെ തന്നെ ബുധനും അവരുടെ മാർഗസ്ഥാനത്താണ് സർപ്പം നിൽക്കുന്നത്. അപ്പോൾ 7ൽ സർപ്പം നിൽക്കുന്നത് കൊണ്ട് വഴി ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വരാം. അറിയാത്ത പ്രണയബന്ധത്തിലൊക്കെ പെട്ടിട്ട് അതിൽ നിന്ന് കുരുക്ക് വഴിയൊക്കെ വന്നേക്കാം. അറിയാതെ ഭർത്താവുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനും കലഹിച്ച് വീട്ടിൽ പോയി നിൽക്കേണ്ടതൊക്കെ ഒരു സാഹചര്യം വരാം. അപ്പോൾ ഇന്നേ ദിവസം വളരെ കരുതലോടെ സംസാരിക്കുക, അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിയുന്നതും നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ രാശിനാഥയായ ത്രിപുരസുന്ദരി ദേവിക്ക് അർച്ചന നടത്തുന്നതും ബുധനാഴ്ചകളിൽ ചെറുപയർ ദാനം ചെയ്യുന്നതൊക്കെ വളരെ നന്നായിരിക്കും. രാഹുവിന് ശനിയാഴ്ചയും കൂടി ആയതുകൊണ്ട് എള്ള് ദാനം ചെയ്യുന്നത്, രാഹുവിന് കറുത്ത ഉഴുന്ന് ദാനം ചെയ്യുന്നത്, ബുധനാഴ്ചകളിൽ ചെറുപയർ ദാനം ചെയ്യുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ്. പക്ഷെ ഇന്നേ ദിവസം അതിനായിട്ട് എടുത്ത് പ്രാർത്ഥിച്ചു വയ്ക്കുന്നതും നല്ലതാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി രാഹുവിനും കേതുവിനും ഒക്കെ അർച്ചന നടത്തി കഴിയുമെങ്കിൽ ശനീശ്വരനും കൂടി ഒരു എള്ളതിരി കത്തിക്കുകയോ നെയ്ദീപം കത്തിക്കുകയോ ഒക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. തുലാം രാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ അവസാനം 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യ 2 പാദങ്ങളുമാണ്. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് രാശിയാധിപനായ ബുധൻ്റെ അനുഗ്രഹം എപ്പോഴുമുണ്ട്. അതുകൊണ്ട് ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന ചെയ്ത് ഇവരുടെ സൗഭാഗ്യങ്ങൾ ഉറപ്പിക്കുന്നത് നന്നായിരിക്കും. ഇനി തുലാരാശി എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാന 2 പാദയും ചോതിയും
വിശാഖത്തിൻ്റെ ആദ്യ 3 പാദങ്ങളും. ഇവരുടെ രാശിനാഥയായ ശുക്രൻ രാശിയിൽ തന്നെയുണ്ട്. അപ്പം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എപ്പോഴും ഇവർക്കുള്ളതുകൊണ്ട് മഹാലക്ഷ്മി അഷ്ടകം, മഹാലക്ഷ്മി സ്തവമൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. 6ാം ഭാവത്തിൽ സർപ്പങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് സർപ്പാരാധന ചെയ്തില്ലെങ്കിൽ പോലും ഇവർ ചോദ്യമൊക്കെ രാഹുർ ദശയിൽ ജനിച്ചിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് നാഗദേവതകളുടെ അനുഗ്രഹം പൊതുവെ ഉണ്ടാവും. അതുകൊണ്ട് അവർ അന്നേ ദിവസം പ്രാർത്ഥന ചെയ്യുന്നത് നല്ലതാണ്. എന്നിരുന്നാലും ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ഇനി കൂടാതെ കുടുംബത്തിൽ ഐക്യവും സന്തോഷവും സമാധാനവും നിലനിർത്തുന്നതിനായി എല്ലാവരും കൂടി ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഈശാനകോണിലോ നാഗദേവതകൾക്ക് മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ എണ്ണയോ ഒക്കെ സമർപ്പിക്കാം. കന്യസർപ്പത്തിനും, അതായത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നാഗദേവതകളുടെ സ്ഥാനമുണ്ടെങ്കിൽ, കുടുംബ പരദേവതകൾക്കൊക്കെ നാഗദേവതകളുടെ സ്ഥാനമുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി പ്രാർത്ഥന ചെയ്യാം. ഇല്ലെങ്കിൽ വീട്ടിൽ കുടുംബ പരദേവതയെ നാഗദേവതയെ സങ്കല്പിച്ച് വിളക്ക് തെളിച്ച് പ്രാർത്ഥന ചെയ്യുന്നതും കറുത്ത വസ്ത്രം അല്ലെങ്കിൽ കരിനീല വസ്ത്രം ധരിക്കുന്നതും എല്ലാം കൊണ്ടും ഐശ്വര്യപൂർണമായിരിക്കും. വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും വരുന്ന 2 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 5ാം ഭാവത്തിലാണ് രാഹു വരുന്നത്. 5ാം ഭാവത്തിൽ രാഹു വന്നാൽ സന്തതികൾക്ക് അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. സന്താന സൗഭാഗ്യമില്ലാത്തവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ പ്രഗ്നൻ്റൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ അബോർഷൻ്റെ സാധ്യതയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഇന്നേ ദിവസം കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് റെസ്റ്റ് എടുക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാഗസ്തുതികൾ ഇരുന്ന് ചൊല്ലിക്കുന്നത് ശനിയാഴ്ചയായതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, ധർമ്മശാസ്താവിന് നെയ്യ് ദീപം തെളിക്കുന്നത്, രാഹുകേതു നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുകേതുവിന് അർച്ചന നടത്തുന്നത്, സർപ്പത്താന്മാരുടെ 100 പാലും കഴിക്കുന്നത്, അതൊക്കെ നിവേദ്യം കഴിച്ച് അതൊക്കെ വാങ്ങി സേവിക്കുന്നത്, എല്ലാ തരത്തിലുള്ള സന്തതി സൗഭാഗ്യത്തിനാണെങ്കിലും നല്ല ജോലി സന്തതികൾക്ക് നല്ല ജോലി കിട്ടുന്നതിനാണെങ്കിലും അതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനും എല്ലാത്തിനും ഒന്ന് ശുഭമായ ഒരു ദിവസമാണ്. ശനീശ്വരനെ കൂടി പ്രാർത്ഥിക്കണം. എന്തെങ്കിലുമൊക്കെ ഒരു 10 രൂപയെങ്കിലും ദാനം കൊടുക്കുന്നതും എല്ലാ നന്മകളും വരുത്തും. ധനുരാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ പാദവും വരുന്ന ഇവർക്ക് വ്യാഴം 6ലാണ് നിൽക്കുന്നത്. പക്ഷെ 4ാമിടത്ത് നാഗദേവതകളുടെ സാന്നിധ്യവും 10ൽ കേതുവിൻ്റെ സാന്നിധ്യവും ഉള്ളതുകൊണ്ട് ഇവർ നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നതും നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നാഗദേവതകൾക്ക് എണ്ണ വാങ്ങിച്ചു കൊടുക്കുന്നത്, മഞ്ഞൾപ്പൊടി കൊടുക്കുന്നത്, അതുപോലെ തന്നെ അർച്ചനകൾ ചെയ്യുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ഇതിനൊന്നും സാധിക്കാത്തവർ വീട്ടിലിരുന്നു കൊണ്ട് വ്രതം എടുത്തുകൊണ്ട് ശനിയാഴ്ച ആയതുകൊണ്ടും കൂടി വ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകും. കുടുംബ പരദേവതയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും. ജോലിക്കായി കൂടുതൽ ശ്രമിക്കുന്നതിനായിട്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത്, 11ാം ഭാവത്തിൽ നിൽക്കുന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും 10ലെ ബുധൻ്റെ അനുഗ്രഹവും ഇവർക്കുള്ളത് കൊണ്ട് മഹാലക്ഷ്മിയെയും ശ്രീപാർവതിയെയും പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. ഗണപതിക്ക് ഒരു ഏത്തൊക്കെ ഇട്ട് നാളികേരമൊക്കെ ഉടയ്ക്കുമ്പോൾ ആ കർമ്മ തടസ്സമെല്ലാം മാറിക്കിട്ടും. ഇനി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാന 3 പാദങ്ങളും തിരുവോണവും അവിട്ടവും വരുന്ന, അവിട്ടത്തിൻ്റെ ആദ്യ 2 പാദവും വരുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. 2ലെ ശനി അലസതയൊക്കെ നൽകും. 3ലെ സർപ്പദേവതകൾ നല്ല അനുഗ്രഹം തരുന്നവരാണ്. 5ൽ വ്യാഴമുണ്ട്. 6ൽ ചൊവ്വ അല്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ, ഒരു തലവേദനയോ ഒരു വയറുവേദനയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിലും പൊതുവെ വ്യാഴത്തിൻ്റെ ആനുകൂല്യമുള്ളത് കൊണ്ട് ഇവർക്ക് ഏറ്റവും നല്ല ഫലങ്ങളാണ് ഈ ശനിയാഴ്ച. അവരുടെ രാശിനാഥൻ 2ലുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും
പൊതുവെ ഒരു നല്ല ഫലമാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് ചിലപ്പോൾ മാറ്റി വച്ചേക്കാം, അല്പം മടി കാണിക്കുമെങ്കിലും പൊതുവെ ഒരു അനുകൂലമായ ദിവസമാണ്. എന്തെങ്കിലും സാമ്പത്തിക മെച്ചമോ അല്ലെങ്കിൽ ഒരു പ്രത്യേകത തനിക്ക് എന്തെങ്കിലും സ്വയം ചെയ്യാൻ കഴിയുമെന്ന് തീരുമാനിക്കുന്ന ദിവസമായതുകൊണ്ട് എന്തെങ്കിലും പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുക, അതിനായിട്ട് നൂതന സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നത് നന്നായിരിക്കും. ഇനി കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാന 2 പാദയും ചതയവും പുരുട്ടാതിയും വരുന്ന 2 നക്ഷത്രമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിനാഥൻ രാശിയിൽ തന്നെയുണ്ട്. അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് രാശിനാഥനെ പ്രാർത്ഥിക്കുന്നതിന് ശാസ്താവിന് നെയ്ദീപം തെളിക്കാം, അതുപോലെ എള്ള് പായസം, എള്ള് നിവേദ്യമൊക്കെ കഴിക്കാം, എള്ള് ദാനം ചെയ്യാം. പിന്നെ ധനസ്ഥാനത്ത് രാഹു നിൽക്കുന്നതുകൊണ്ട് വൻതോതിൽ ധനം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ട് കറുത്ത ഉഴുന്ന് ദാനം ചെയ്യാം. നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാട് കഴിക്കാം. ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റാത്തവർ വീട്ടിലിരുന്ന് വ്രതമെടുത്ത് പ്രാർത്ഥനകൾ നടത്തുന്നത്, നാഗദേവതകൾക്കും ശനീശ്വരനും പ്രാർത്ഥന നടത്തുന്നത്, കരിനീല വസ്ത്രം ധരിക്കുന്നത്, കറുത്ത വസ്ത്രം ദാനം ചെയ്യുന്നത്, കമ്പിളിപ്പുതൊക്കെ ആർക്കെങ്കിലും വൃദ്ധന്മാർക്കൊക്കെ ദാനം ചെയ്യുമ്പോൾ ഇവരുടെ കഷ്ടതകളെല്ലാം മാറി കൂടുതൽ ഗുണം അനുഭവിക്കുവാനായി സാധിക്കും. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഈ ദിവസം ഏറ്റവും ശോഭനമായി തീരുവാൻ കഴിയുന്നത്രയും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, 1 പൊതി ചോറെങ്കിലും ആർക്കെങ്കിലും ദാനമായി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും അത് മംഗളകരമായിരിക്കും. ക്ഷേത്രങ്ങളിൽ അന്നദാനത്തിന് കൊടുക്കുന്നതും വളരെ നല്ല കാര്യമാണ്. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരുരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും വരുന്ന 2 നക്ഷത്രക്കാരുടെ രാശിയിൽ തന്നെയാണ് നാഗദേവതകൾ അല്ലെങ്കിൽ രാഹു നിൽക്കുന്നത്. രാഹുവിൻ്റെ 7ാം ഭാവത്തിൽ കേതു നിൽക്കുന്നുണ്ട്. ഇണയ്ക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ, വീഴ്ചകൾ, ജോലി നഷ്ടം, അതുപോലെ സാമ്പത്തിക നഷ്ടം, ക്ഷീണം, ആലസ്യമൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇവർക്കും എപ്പോഴും ശിരസിൽ എന്തോ ഒരു ഭാരം ഇരിക്കുന്ന പോലെ തോന്നും. എത്ര ഉറങ്ങിയാലും ഉറക്കം മതിയാകാത്ത പോലെ, ചിലർക്ക് ഉറക്കമില്ലായ്മയൊക്കെ അനുഭവപ്പെടാം, തലവേദന അനുഭവിക്കുന്നവരുണ്ട്. പക്ഷെ വ്യാഴം 3-ലായതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ ഉണ്ടെങ്കിലും 7-ലെ ബുധൻ ഇവർക്ക് ഒരുപാട് വഴികാട്ടിയാവും. അപ്പം അമ്മയെ വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നവരുടെ അനുഗ്രഹങ്ങൾ വന്നു ചേരും. കറുത്ത ഉഴുന്ന് ദാനം ചെയ്യുന്നത്, 7 ശനിക്കാലമായതുകൊണ്ട് ശനീശ്വരന് എള്ള് കത്തിക്കുന്നത്, കരിനീല വസ്ത്രം ധരിക്കുന്നത്, ഭക്ഷണമോ അതുപോലെ എന്തെങ്കിലും ദാനം ചെയ്യുന്നു. പഠിക്കാൻ കുട്ടികൾക്ക് വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതുകൊണ്ട് വ്യാഴം പിഴച്ചു നിൽക്കുന്നതുകൊണ്ട് വ്യാഴത്തിൻ്റെ ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ബുക്കോ പേനയോ എന്തെങ്കിലുമൊക്കെ ദാനമായി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. 27 നക്ഷത്രക്കാരും അതായത് 12 രാശിക്കാരും നാഗദേവതകളെ പ്രാർത്ഥിച്ച് ഈ വർഷത്തെ 2024 കന്നിമാസത്തിലെ ആയില്യം, കൊല്ലവർഷം 1200 ആണ്ടിലെ കന്നിമാസത്തിലെ ആയില്യം ഏറ്റവും നല്ല രീതിയിൽ പ്രാർത്ഥനാ നിർഭരമായി കഴിച്ചുകൂട്ടി നാഗദേവതകൾ കൺകണ്ട ദൈവങ്ങളാണ്. അവരുടെ എല്ലാ അനുഗ്രഹവും വാങ്ങുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. 7 തലമുറയിൽപ്പെട്ടവർക്ക് ഈ നാഗാനുഗ്രഹം ഒരിക്കൽ കിട്ടിയാൽ അത് 7 തലമുറ വരെ നിലനിൽക്കും. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ 7 തലമുറ വരെ ബാധിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ആർക്കും ദോഷഫലങ്ങളൊന്നും വരാതിരിക്കാൻ നാഗദേവതകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം ഏറ്റവും ശുഭമായി തീരട്ടെ. നന്ദി, നമസ്കാരം.